ഹലോ ഗായ്സ്, നമുക്കിന്ന് വാതു വരെ ഒരു ട്രിപ്പ് പോയിട്ട് വന്നാലോ? അപ്പോൾ കൂടെ കൂടിക്കോ, നമുക്ക് വീഡിയോ എല്ലാം കണ്ടിട്ട് വരാം. നമ്മളിപ്പോൾ ഒരു 7:30 ആയിട്ടോ. 7:30 ആയപ്പോഴത്തേക്ക് നമ്മുടെ ഐലൻഡിൽ നിന്ന് വാതു എന്ന ഐലൻഡിലോട്ട് നമ്മളൊന്ന് ചെറിയ ട്രിപ്പ് പോവുകയാണ്. ഞങ്ങളുടെ ഹോസ്പിറ്റലിലെ മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ ഓഫീസിലെ ആൾക്കാർ, നേഴ്സിംഗ് സ്റ്റാഫുമാർ, ലാബ് ടെക്നീഷ്യൻസ്മാർ, അങ്ങനെ ഹോസ്പിറ്റലിലെ ദത്തന്മാരെന്ന് നമ്മൾ വിളിക്കുന്നത് ക്ലീനിങ് സ്റ്റാഫുമാർ, എല്ലാവരോടെ കൂടി ഒരു 15 പേരോളം കൂടി നമ്മളിപ്പോൾ ഒരു വാതു എന്ന് പറയുന്ന ഒരു ഐലൻഡിലോട്ടൊരു ജസ്റ്റ് ഒരു എന്താ പറയുക, എൻജോയ്മെൻ്റ് എന്ന രീതിയിൽ ഒരു ട്രിപ്പ് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഐലൻഡിൽ ചെന്ന് ആ ഹെൽത്ത് സെൻറ്ററിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് മുമ്പേ കണ്ടത് ഒരു ഗസ്റ്റ് ഹൗസാണ്. അപ്പോൾ ഗസ്റ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗസ്റ്റ് ഹൗസ് കഴിഞ്ഞ് അങ്ങ് ചെല്ലുമ്പോൾ ഹെൽത്ത് സെൻ്ററാണ് കേട്ടോ. മാൽദീവ്സിലെ പഴയ റോഡിലൂടെയാണ് പോകുന്നത്. കണ്ടോ, അവിടുത്തെ റോഡുകളൊക്കെ കണ്ടോ, എന്തോരം എന്താ പറയുക, 10 കൊല്ലം നമ്മൾ പുറകിലോട്ട് ജീവിച്ച രീതിയിലുള്ള ടൈപ്പ് ലൈഫ് സ്റ്റൈലാണ് കേട്ടോ അവർ ഫോളോ ചെയ്യുന്നത്. കണ്ടോ, റോഡൊന്നും ഇത് താറ് ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ ഹെൽത്ത് സെൻറ്ററിലോട്ട് എൻട്രി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഹെൽത്ത് സെൻറ്ററിലോട്ട് എൻട്രി ചെയ്യുന്ന ആ ഒരു മൊമെൻ്റാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. കണ്ടോ, ഇതാണ് മാൽദീവ്സിലെ ഹെൽത്ത് സെൻറ്റേഴ്സ് ഒക്കെ പറയുന്നത്. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, നമ്മുടെ നാട്ടിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ പോലത്തെ ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട് ഓരോ ഐലൻഡിൽ. അപ്പോൾ ആ ഒരു ഹെൽത്ത് സെൻറ്റർ നമ്മളൊന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കുറേ വീഡിയോകളും വിശേഷങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയ്ക്ക് അത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു മൂടി നിൽക്കുകയാണ് കേട്ടോ കാലാവസ്ഥയൊക്കെ. മഴ പെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ കാലാവസ്ഥ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ടിൽ നല്ല വ്യൂ ആയതുകൊണ്ട് ഞാൻ അവിടുത്തെ കുറച്ച് ഫോട്ടോസും വീഡിയോസുമാണ് അവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ ഫ്രണ്ടിലുള്ള ഒരു മരമാണ്. ഒരു നല്ല രസമുള്ളത് കൊണ്ട് ഞാനതൊന്ന് ക്യാപ്ചർ ചെയ്തതാണ്. അപ്പം അവിടുത്തെ റോഡുകളാണ് കേട്ടോ. ഇത് കാണുന്നത് ബൊഗെയിൻ വില്ലാസാണ്. ചുറ്റും ബൊഗെയിൻ വില്ലാസ് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഹെൽത്ത് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ തിരിച്ചു വന്ന ആ ഗസ്റ്റ് ഹൗസാണ് നമ്മൾ കാണുന്നത്. അപ്പം കുറേ ഫോറിനേഴ്സൊക്കെ നമ്മളിപ്പോൾ ടൂറിസ്റ്റ് കാര്യത്തിനൊക്കെ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ വരുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ താമസിക്കാനുള്ള ഗസ്റ്റ് ഹൗസാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ബാങ്ക് ഓഫ് മാൽദീവ്സിൻ്റെ ATM കൗണ്ടറാണ് കേട്ടോ കാണുന്നത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ നമ്മൾ വന്നിറങ്ങിയ ആ ജെട്ടി സൈഡ് എന്ന് പറയുന്ന ബോട്ടുകളൊക്കെ വന്നിറങ്ങുന്ന സംഭവമില്ല, അതാണ് കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഓരോ കടകൾ കണ്ടു. അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് എടുക്കുന്നത്. ഈ മുന്നിൽ പോകുന്ന എൻ്റെ ഹെൽത്ത് സെൻറ്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. ഞാൻ അവരുടെ കൂടെയാണ് ഇപ്പോൾ ഈ ട്രിപ്പായിട്ട് പോകാനായിട്ട് ഞങ്ങളെല്ലാവരും പ്ലാൻ ചെയ്ത് പോകാൻ ഉദ്ദേശിച്ചത്. ജസ്റ്റ് എക്സ്പ്ലോർ ദ ഐലൻഡ് എന്ന എയിംസോട് കൂടിയാണ് ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ചൂടൊന്നും ഇല്ലായിരുന്നു. എന്നാൽ ഒരു ആകാശം ഒരു മൂടിയൊരവസ്ഥയായിരുന്നു. ഇതല്ല ഇവിടുത്തെ ചൂടുകാലം എന്ന് പറയുന്നത്. നല്ല ചൂടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളിപ്പോൾ വീടുകളും പിന്നെ ഇലക്ഷന് നിൽക്കുന്ന ആൾക്കാരുടെ വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അതാണ് കേട്ടോ അവിടുത്തെ ഇലക്ഷൻ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓരോ നമ്പേഴ്സാണ് ഓരോ പാർട്ടിക്ക് ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യുക. ഇവിടെ കുറച്ച് പാർട്ടീസേ ഉള്ളൂ. നമ്മുടെ പേരിലുണ്ടാകുന്ന 1, 2, 3, 4 പാർട്ടീസൊക്കെ ഉള്ളൂ. അപ്പോൾ പോകുന്ന വഴിക്കും ഓരോരുത്തർ നമ്മളോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ ഏത് ഐലൻഡിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ. വണ്ടിയൊക്കെ നിർത്തി നമ്മളിപ്പോൾ പറയുന്നതാണ് കേട്ടോ ഒരു പാർട്ടി ഓഫീസ്, മാൽദീവ്സിലെ പാർട്ടി ഓഫീസാണിത്. ഇപ്പോൾ പോകുന്ന വഴിക്കുന്നത് കണ്ടോ, ഏറ്റവും തനതായ രീതിയിലുള്ള വീടുകളാണ് കേട്ടോ ഇത്. എന്ന് വെച്ചാൽ ഇവിടുത്തെ വീടുകൾ എന്ന് പറയുന്നത് ഇവിടുത്തെ അവിടുത്തെ മതിലുകളും പിന്നെ ഭിത്തികളും ഇങ്ങനെ പണിത് വെച്ചേക്കുന്നത് ഈ കോറൽസ് കൊണ്ടാണ് കേട്ടോ. അപ്പം കോറൽസൊക്കെ കൊണ്ട് കെട്ടിയേക്കുന്ന മതിലും വീടുകളുമാണ് ഇപ്പോൾ നമ്മൾ കണ്ടേക്കുന്നത്. അപ്പോൾ പോയി വന്നപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ റെസ്റ്റോറൻറ്റിലോട്ട് കയറുന്നതാണ് ഈ കാണുന്നത്. റെസ്റ്റോറൻറ്റിൽ കയറി ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഇങ്ങനെ കുറച്ച് ടൈംസ് ഇങ്ങനെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ചെറിയ ചെറിയ വർത്തമാനങ്ങളും വിശേഷങ്ങളും അന്താക്ഷരിയാണ് കളിക്കുന്നത്. സോറി കേട്ടോ, നാക്ക് വഴങ്ങുന്നില്ല. അപ്പം
അങ്ങനെ അവിടുത്തെ ലോക്കൽസ് സോങ്സാണ് അവിടെ പാടുന്നത്. അതിലുള്ള ഹിന്ദി സോങ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവരുടെ പാട്ട് അറിയാത്തതുകൊണ്ട് നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നാലും നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരോടൊപ്പം തന്നെ അവരുടെ പാട്ടൊക്കെ കേട്ട് നമ്മൾ വളരെയധികം എൻജോയ് ചെയ്തിട്ടാണ് എന്താ ചെയ്യുക, ഓരോ ഈച്ച് ആൻഡ് മൊമെൻ്റ് എൻജോയ് ചെയ്തിട്ടാണ് നമ്മളിരിക്കുക. അത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ ഫുഡിൻ്റെ ആയിട്ടുള്ള കാത്തിരിപ്പാണ്. അപ്പം ഇത്രയും ബൾക്ക് ഓർഡേഴ്സ് കൊടുത്തത് കൊണ്ട് നമുക്ക് ഒത്തിരി ടൈംസ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടി. അത്രയും ടൈം എടുക്കുമല്ലോ ഒരു ഫുഡ് വരാനായിട്ട്. അതിനിടയ്ക്ക് ഇപ്പോൾ എൻ്റെ ഓരോ പേരുടെ പേര് പറഞ്ഞിട്ട് ഇപ്പോൾ ആക്ഷൻ കളിക്കുകയാണ് കേട്ടോ, ഡംഷറാറ്റ്സ്. അപ്പോൾ എൻ്റെ ആക്ഷനാണ് ആ കാണിച്ചത്. ഞാൻ തട്ടയിടാത്തൊരു പെൺകൊച്ചായതുകൊണ്ട് അതില്ലാത്ത ആരെയാണ് കണ്ടുപിടിക്കൂ എന്നുള്ള ഒരു ടാസ്ക്കാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്ന് നമ്മുടെ ഡിസ്ക് റോഷി മസുണിയാണ്. റോഷി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, റോഷി എന്ന് ഇവിടെ ലോക്കൽസ് പറയുന്നത് നമ്മുടെ മൈദ കൊണ്ടുള്ള ചപ്പാത്തിയാണ്. ഫൈനായിട്ട് പരത്തി ഉണ്ടാക്കുന്ന സാധനത്തിനെയാണ് ഇവിടെ റോഷി എന്ന് പറയുന്നത്. അതിനൊപ്പം തന്നെ ടൂണയുടെ ഒരു മിക്സ് കലർത്തിയ എന്താ പറയുക, മിക്സ് ചെയ്ത ടൂണ ഫിഷും തേങ്ങയും കൂടെ ഒക്കെ മിക്സ് ചെയ്ത മസുണി എന്ന് പറയുന്ന ഒരു ചെറിയ ചട്നിയും കൂടെയാണ് നമ്മൾ കഴിച്ചത്. അതിനൊപ്പം ടീയും കഴിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ റെസ്റ്റോറൻറ്റിലെ ജസ്റ്റ് ഒരു ഫോട്ടോസൊക്കെ എടുത്താണ്. നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. അപ്പം ഓരോരുത്തർ കഴിച്ച് പുറത്തോട്ട് ഇറങ്ങി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം ഞങ്ങളിപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി വെച്ച പോലെയാണല്ലോ. അപ്പോൾ റെസ്റ്റോറൻറ്റ് ഓപ്പോസിറ്റ് ഞങ്ങളുടെ ഒരു ഹൗസിൽ ഇങ്ങനെ ഒരു ഊഞ്ഞാൽ കെട്ടിയിരിക്കുന്നുണ്ട്. അതൊരു വളരെ കൗതുകമായിട്ടൊരു കാഴ്ചയാണ്. അത് നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം കാണിച്ച ഒരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഊഞ്ഞാലെന്ന് പറയുന്നത് ജസ്റ്റ് അവരത് നെറ്റ് കെട്ടുക കേട്ടോ. കമ്പിക്കുള്ളിൽ നെറ്റ് കെട്ടിയിട്ട് ആണ് അവരിങ്ങനെ എല്ലാ വീടുകളിലും മിക്ക വീടുകളിലൊക്കെ കാണും കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് സംസാരിക്കാനായിട്ട്. ഇപ്പോൾ ഈ കാണുന്നൊരു കൗൺസിലാണ്. ഇപ്പം നമ്മൾ കൗൺസിൽ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ അതിനൊരു ഉദാഹരണം പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകളിലേക്കില്ലേ, അതുപോലെ ആണ് മാൽദീവ്സിലെ കൗൺസിൽസ് എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഇപ്പം എന്നെ കാണിക്കണമല്ലോ ഓരോ വീഡിയോസിലും. അപ്പോൾ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് വീഡിയോ എടുത്താണ്. അപ്പം നമ്മളിപ്പോൾ നടന്ന് ഇപ്പോൾ ഒരു ബീച്ച് സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം എത്തുന്ന ഭാഗത്ത് നമ്മളൊരു എന്താ പറയുക, ഒരു ആൽമരം പോലത്തെ ഒരു മരം കണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്താണ്. ഇത് കണ്ടോ, ഇതാണ് ഇവിടെയൊക്കെ ഓരോ തീരങ്ങളിലൊക്കെ എടുത്തിട്ട് ഉപയോഗശൂന്യമായതും പണി കഴിപ്പിക്കുന്നതുമായ ബോട്ടുകളുടെ ഒരു സൈറ്റിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞ് ഇവിടുത്തെ ഫുള്ള് ഒരു ഏറ്റവും മെയിനായിട്ടുള്ളതെന്ന് പറയുന്നത് ഫിഷിങ് തന്നെയാണല്ലോ. അപ്പോൾ ഫിഷിങ്ങിൻ്റെ ഒരു വിശേഷമാണ്. ഇപ്പം ഫിഷിങ്ങിൻ്റെ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് ബോട്ട്, അതെനിക്ക് തോന്നുന്നു സർവീസ് ചെയ്യാനായിട്ട് കയറ്റിയിട്ടേക്കുന്നതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അത് തന്നെ ഫിഷിങ്ങിന് പോയിട്ട് വന്നിട്ട് ഇങ്ങനെ കടലിലോട്ട് തീരത്തോട്ട് അടുപ്പിച്ചിട്ടേക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ നടന്ന് എത്തിയിരിക്കുന്നത് നമ്മളൊരു ബീച്ച് സൈഡിലോട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ അടുത്തുള്ള വേറെ ബീച്ചുകളിലോട്ടൊക്കെ പോവുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവുള്ള ഒരു ഐലൻഡാണ്. ഇത് കണ്ടോ, ഇതാണ് അവിടുത്തെ മോസ്ക്. അപ്പം എനിക്ക് തോന്നുന്ന 3 മോസ്ക് എങ്ങാണ്ടുണ്ട്. അപ്പോൾ അതിലൊരു മോസ്കാണിത്. അപ്പം നമ്മൾ ആ ബീച്ച് സൈഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബാക്കിൽ മോസ്ക്, ഫ്രണ്ടിൽ ബീച്ച്, അങ്ങനെയാണ് കേട്ടോ. ഇതാണ് അവിടുത്തെ ഊഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ മുമ്പ് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടെന്ന്. ഈ ഊഞ്ഞാലെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു കമ്പി ഇങ്ങനെ വളച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഭയങ്കര സ്ട്രോങ് ആണ്, എത്ര വെയിറ്റ് വേണമെങ്കിലും താങ്ങാൻ പറ്റും. അപ്പം അവിടുത്തെ മണലാണ് കേട്ടോ. അത് കണ്ടു, പഞ്ചസാര പോലത്തെ ഫൈൻ മണലുകളാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും വീഴുക വല്ലതും സംഭവിച്ചാൽ നമുക്കൊന്നും പറ്റത്തില്ല. നമ്മുടെ കൈ ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് പൂർവ്വമായിരിക്കും, അല്ലാണ്ട് അതിൽ പരം വേറൊന്നും പറ്റത്തില്ല. അതുപോലെ എന്താ പറയുക, ഒട്ടും പരുക്കനില്ലാത്ത ഫൈനായിട്ടുള്ള മണ്ണുകളാണ് കേട്ടോ. ഇപ്പോൾ ഇവിടുത്തെ ഈവനിങ് ടൈമൊക്കെ ആയി കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോ ഊഞ്ഞാലൊക്കെ തപ്പിപ്പിടിച്ച് ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ബീച്ച് സൈഡിൽ വന്ന് ഇങ്ങനെ കാറ്റും കൊണ്ട് ഊഞ്ഞാലൊക്കെ ആടി, അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഈവനിങ് ടൈമൊക്കെ എന്ന് പറയുന്നത് കേട്ടോ. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ഇവിടെ. പിന്നെ വേറൊരു ബീച്ച് സൈഡിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ.
ബീച്ച് സൈഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ബീച്ച് സൈഡിൽ നിന്ന് വേറൊരു ബീച്ച് സൈഡുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. ഫുട്ബോൾ കോർട്ടാണ് ആ ഇരുവശത്തും കാണുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു വണ്ടി വന്ന് നമ്മുടെ ഫ്രണ്ടിലോട്ട് കയറിയേക്കാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വേറെ വീഡിയോസ് അങ്ങനെ വലുതായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. എന്നാലും നമ്മൾ നമ്മുടെ